നമസ്കാരം. ഇന്ന് നമുക്ക് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കായ്പോള ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മൾ വളരെ കൂടുതൽ പഴുത്തിട്ടില്ലാത്ത 3 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് 1/2 ബൗൾ പഞ്ചസാര, 1/2 ബൗൾ തേങ്ങ, അര ഗ്ലാസ് പാല്, അത് കാച്ചിയിട്ടില്ലാത്ത പാല്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, പിന്നെ 2 മുട്ട. അത് വലിയ മുട്ട ആയതുകൊണ്ടാണ് 2 ചെറിയ മുട്ടയാണെങ്കിൽ 3 എടുക്കാം. അതുപോലെ തന്നെ നെയ്യ് വേണം. മിൽമയുടെ നെയ്യ് എടുത്ത് ഇത്രയും നമുക്ക് വേണം. നിങ്ങൾ ഇത് കണ്ട് ഭയപ്പെടുകയൊന്നും വേണ്ട. ഇതിന് ആവശ്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ മതി. ഇനി നമ്മൾ ആ ഏത്തപ്പഴം നല്ലപോലെ അരിഞ്ഞെടുക്കുക. സ്ക്വയർ ഷേപ്പിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായതിന് ശേഷം ആ ഏത്തപ്പഴം അതിനകത്തേക്കിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ വഴന്ന് വരട്ടെ. ഇപ്പോഴൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായത് കണ്ടോ? അത് ഇച്ചിരി വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഇതിലങ്ങ് പിടിക്കും. അത് ഏലക്ക പൊടിച്ചുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതേ ഒരു പ്ലേറ്റിലേക്ക് അത് മാറ്റുന്നു, തണുക്കട്ടെ. പിന്നീട് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് ആ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മളിഞ്ഞ് എടുത്തു. പിന്നീട് അതിലേക്ക് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും അതേപോലെ ഒന്ന് ചെറുതായിട്ട് വീർത്ത് വരുമ്പോൾ നമുക്കിഞ്ഞ് എടുക്കാം. അതിനുശേഷം 7 ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിത് ടേസ്റ്റ് കൂടാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. വീണ്ടും അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ഈന്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കാം. അതും ഇനി എടുക്കുവാണ് നമ്മൾ. പിന്നീട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/2 ബൗൾ തേങ്ങ അതും കൂടി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. വേണ്ട, അതും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വരട്ടെ. പിന്നീട് നമ്മൾ 2 ആ മുട്ട എടുത്ത് നല്ലപോലെ പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കുവാണ്. ഇനി അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ആ 1/2 ബൗൾ പഞ്ചസാര ഇടാം നമുക്ക്. അതും 3 ഏലക്കായും കൂടി അതിനകത്തേക്ക് ഇട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം. എന്നിട്ട് അതേപോലെ ഒരു നുള്ള് ഉപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക, മധുരത്തെ ബാലൻസ് ചെയ്യാൻ. പിന്നീട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പാലൊന്ന് കാച്ചിയിട്ട് അത് തണുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരച്ചു കൊണ്ടുവരണം. വേണ്ട, ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിനകത്തേക്ക് ആ തണുത്ത ഏത്തപ്പഴം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, നല്ലൊരു കളറൊക്കെ കണ്ടില്ലേ, ആ പഞ്ചസാരയൊക്കെ പിടിച്ചിരിക്കുന്നത്. അതുപോലെ കാഷ്യൂനട്ട്, മുന്തിരി, ഇതിൽ നിന്ന് കുറച്ച് നമ്മളിനി മാറ്റി വെച്ചേക്കണം, 1/4 ഭാഗം. പിന്നീട് നമുക്കത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ആ തേങ്ങായും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ആ ഈന്തപ്പഴം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ആ പാൻ വീണ്ടും നമ്മൾ വെച്ചിട്ട് അതിനകത്തേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായതിന് ശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് ഫ്ലെയിം ഇടരുത്, അപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ ഫ്ലെയിമിൽ 20 മിനിറ്റ് കിടക്കട്ടെ. നമുക്ക് വേവുന്നുണ്ടോ എന്ന് നോക്കാം. കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. നമുക്ക് 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം, മൂടി വെച്ച്. 5 മിനിറ്റിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ആ നേരത്തെ നമ്മൾ 1/4 ഭാഗം ഇതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചതെല്ലാം കൂടി അതിൻ്റെ ഡെക്കറേഷന് വേണ്ടി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലൊരു വിഭവമാണ്. വീണ്ടും അതുപോലെ
ഇരുന്ന് വേവട്ടെ, അത് അടച്ചു വെക്കാം. അതുപോലെ അടുത്ത ഒരു പാൻ എടുത്ത് നമ്മൾ അതിലേക്ക് ഇച്ചിരി നെയ്യ് തൂവി വെച്ചിട്ട് എടുത്ത് ഇത് ഫ്ലിപ്പ് ചെയ്യുക അതിലേക്ക്. എന്നിട്ട് 5 മിനിറ്റ് കൂടെ അതേപോലെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വേണ്ട നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്തു വെച്ച് നമ്മുടെ അടിപൊളി കായ്പോള, വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, ഹെൽത്തി ആയിട്ടുള്ളത് കായ്പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. ഇത് മക്കൾക്കൊന്ന് കൊടുത്തു നോക്കട്ടെ ഞാൻ എങ്ങനെയുണ്ടെന്നറിയാം. എല്ലാവരും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.